വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അധ്യാപകർക്കും പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ബാധകമാണോ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആയിട്ട് ബാധകമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ 3/4/1997 മാത്രമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവന്നത്. അതിന് മുൻപ് വരെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ പരിധിയിൽ വരികയില്ലായിരുന്നു. പക്ഷെ 3/4/97 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവന്നുവെങ്കിലും അപ്പോഴും അധ്യാപകർ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ പരിധിയിൽ വരികയില്ലായിരുന്നു. അതിനുശേഷമാണ് അധ്യാപകരെ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവന്നത്. എന്നു മുതലാണ് അധ്യാപകരെ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ കീഴിൽ കൊണ്ടുവന്നിട്ടുള്ളത്? അധ്യാപകരെ ഗ്രാറ്റുവിറ്റി നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നത് 31/12/2009 മുതലാണ്. അതായത് 31/12/2009 വരെയും എംപ്ലോയി എന്ന നിർവചനത്തിന്റെ കീഴിൽ അധ്യാപകർ വരില്ലായിരുന്നു. 31/12/2009 അധ്യാപകരെ എംപ്ലോയി എന്ന നിർവചനത്തിന്റെ കീഴിൽ കൊണ്ടുവന്നതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനം ഗ്രാറ്റുവിറ്റി നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയത് 3/4/1997 മുതലാണ്. അതുകൊണ്ട് തന്നെ 31/12/2009 മാത്രമാണ് അധ്യാപകർ എംപ്ലോയി എന്നുള്ള നിർവചനത്തിന്റെ കീഴിൽ വന്നതെങ്കിലും അതിന് 3/4/1997 മുതൽ, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗ്രാറ്റുവിറ്റി നിയമത്തിന്റെ പരിധിയിൽ വന്ന കാലം മുതൽ മുൻകാല പ്രാബല്യം നൽകി. എന്ന് പറഞ്ഞാൽ 3/4/1997 ശേഷം സർവീസിൽ നിന്നും വിരമിച്ച എല്ലാ ജീവനക്കാർക്കും, എല്ലാ അധ്യാപകർക്കും ഗ്രാറ്റുവിറ്റിക്ക് അർഹത ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ അവരുടെ സർവീസ് കണക്കാക്കുന്നത് 3/4/97 മുതലല്ല. ആ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്നാണ് സർവീസിൽ പ്രവേശിച്ചത് അന്ന് മുതലുള്ള സർവീസ് ഗ്രാറ്റുവിറ്റിക്ക് വേണ്ടി പരിഗണിക്കുന്നതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 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 അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക 1/1/1980 സർവീസിൽ പ്രവേശിച്ചു. ജൂൺ മാസം 2020 സർവീസിൽ നിന്ന് വിരമിച്ചു. ആ ഒരു ടീച്ചറിന്റെ ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്നതിന് സർവീസ് പരിഗണിക്കുന്നത് ആ ടീച്ചർ എന്നാണ് സർവീസിൽ പ്രവേശിച്ചത്. 1/1/1980 എന്നാണ് വിരമിച്ചത്. ജൂൺ മാസം 2020 അപ്പോൾ 1/1/1980 മുതൽ ആ ടീച്ചർ സർവീസിൽ നിന്നും വിരമിച്ച ജൂൺ മാസം 2020 വരെയുള്ള സർവീസ് കണക്കാക്കി ആ ടീച്ചറിന്റെ അവസാനത്തെ ശമ്പളം എത്രയായിരുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ട്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാർക്ക് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി നിയമം ബാധകമാണോ? കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോർട്ടിന്റെ ഒരു വിധി തന്നെയുണ്ട്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വേഴ്സസ് മോഹൻകുമാർ എന്ന വിധിയിൽ കേരള ഹൈക്കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡിലെ എല്ലാ ജീവനക്കാർക്കും പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ ആനുകൂല്യത്തിന് അർഹതയുണ്ട് എന്ന്. ഏതെല്ലാം തൊഴിലാളി വിഭാഗങ്ങളാണ് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി നിയമത്തിന്റെ കീഴിൽ വരുന്നത്? ഗ്രാറ്റുവിറ്റി ആക്ടിലെ ഇപ്പോഴത്തെ നിയമവ്യവസ്ഥകളെ പ്രകാരം വേതനം കൈപ്പറ്റി ജോലി ചെയ്യുന്ന എല്ലാ വിഭാഗം തൊഴിലാളികളും
എല്ലാ വിഭാഗം ജീവനക്കാരും ഗ്രാറ്റുവിറ്റി നിയമത്തിൻ്റെ സെക്ഷൻ 2E അനുസരിച്ച് എംപ്ലോയി എന്ന നിർവചനത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴേക്കിടയിലുള്ള ജോലി ചെയ്യുന്ന സ്വീപ്പേഴ്സ് ഓർ സ്കാവഞ്ചേഴ്സ് മുതൽ ഒരു സ്ഥാപനത്തിലെ മാനേജിംഗ് ഡയറക്ടർ വരെ അദ്ദേഹം ശമ്പളം കൈപ്പറ്റിയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി നയപ്രകാരം എംപ്ലോയി എന്നുള്ള നിർവചനത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. അവർക്ക് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയും ഉണ്ട്. ഗ്രാറ്റുവിറ്റി നിയമപ്രകാരം ഗ്രാറ്റുവിറ്റി നിയമത്തിലെ സെക്ഷൻ 2E പ്രകാരം എംപ്ലോയി എന്ന പദത്തിന് മുൻപ് കൊടുത്തിരുന്ന നിർവചന പ്രകാരം സ്കിൽഡ്, സെമി സ്കിൽഡ്, അൺസ്കിൽഡ്, ക്ലറിക്കൽ, സൂപ്പർവൈസറി, ടെക്നിക്കൽ മുതലായ തസ്തികകളിൽ ജോലി ചെയ്യുന്നവർ മാത്രമായിരുന്നു എംപ്ലോയി എന്നുള്ള വിശേഷണത്തിൻ്റെ കീഴിൽ വന്നിരുന്നത്. പക്ഷെ 1784 വരുത്തിയ ഒരു ഭേദഗതി അനുസരിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജീരിയൽ കാറ്റഗറിയിലുള്ളവരെ കൂടി എംപ്ലോയി എന്ന നിർവചനത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നു. അപ്പോൾ 1784 മുതൽ മാനേജീരിയൽ കാറ്റഗറിയിലുള്ളവർക്കും അഡ്മിനിസ്ട്രേറ്റീവ് കാറ്റഗറിയിൽ ഉള്ളവർക്കും ഗ്രാറ്റുവിറ്റിക്കുള്ള അർഹത കൈവന്നു. ഒരു ജീവനക്കാരൻ എപ്പോഴാണ് ഗ്രാറ്റുവിറ്റിക്ക് യോഗ്യത കൈവരിക്കുന്നത്? ഗ്രാറ്റുവിറ്റി നിയമത്തിലെ വകുപ്പ് 4 ഒരു ജീവനക്കാരൻ എപ്പോഴാണ് ഗ്രാറ്റുവിറ്റിക്കുള്ള അർഹത നേടുന്നത് എന്ന് പ്രതിപാദിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ട് 5 വർഷത്തെ കണ്ടിന്യൂസ് സർവീസിന് ശേഷം, തുടർച്ചയായ സേവനത്തിന് ശേഷം ആ വ്യക്തി സർവീസിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ട്. സർവീസിൽ നിന്നും വിരമിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റിസൈൻ ചെയ്ത് പോയതാവാം, ചിലപ്പോൾ സൂപ്പറാനുവേഷൻ ആവാം, ചിലപ്പോൾ റിട്ടയർമെന്റ് ഏജ് എത്തിയതിനു ശേഷം പിരിഞ്ഞു പോയതാവാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും സർവീസിൽ നിന്നും വിരമിക്കും. അപ്പോൾ 5 വർഷത്തെ കണ്ടിന്യൂസ് സർവീസിന് ശേഷമാണ് വിരമിക്കുന്നതെങ്കിൽ ആ ജീവനക്കാരന് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ട്. പക്ഷെ ഇതിനൊരു എക്സംഷൻ ഉണ്ട്. ചില സാഹചര്യങ്ങളിൽ 5 കൊല്ലത്തെ സർവീസ് പൂർത്തിയാക്കുന്നതിന് മുൻപ് ആ ജീവനക്കാരൻ അസുഖം മൂലമോ അപകടം മൂലമോ മരണപ്പെട്ടെന്ന് വരാം. ഇല്ലെങ്കിൽ ടോട്ടലി ഡിസേബിൾഡ്, ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കിടപ്പിലായെന്ന് വരാം. പൂർണ്ണമായ അവശത, അങ്ങനെ സംഭവിക്കാം. അപ്പോൾ പൂർണ്ണമായ അവശതയോ, ജോലി ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പൂർണ്ണമായ അവശതയോ ഇല്ലെങ്കിൽ മരണമോ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ 5 വർഷത്തെ തുടർച്ചയായ സേവനം വേണം എന്ന നിബന്ധന ബാധകമല്ല. 5 കൊല്ലത്തിൽ താഴെയാണ് സർവീസെങ്കിലും ആ സർവീസിന് ആനുപാതികമായ ഗ്രാറ്റുവിറ്റിക്ക് ആ ജീവനക്കാരനോ അല്ലെങ്കിൽ ആ ജീവനക്കാരന്റെ നോമിനിക്കോ ആശ്രിതർക്കോ അർഹതയുണ്ട്. ഒരു ജീവനക്കാരന്റെ 5 കൊല്ലത്തെ തുടർച്ചയായ സേവനം കണക്കാക്കുന്നത് എങ്ങനെയാണ്? 5 വർഷത്തെ തുടർച്ചയായ സേവനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ജീവനക്കാരൻ 5 വർഷത്തിൽ എല്ലാ ദിവസവും ജോലിക്ക് ഹാജരാവണം എന്നല്ല. തുടർച്ചയായ സേവനം എന്താണെന്നുള്ളത് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ സെക്ഷൻ 2A നിർവചിച്ചിട്ടുണ്ട്. കണ്ടിന്യൂസ് സർവീസ് എന്നുള്ള ആ ഒരു പദസമുച്ചയം പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ സെക്ഷൻ 2A പ്രത്യേകമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ട് കണ്ടിന്യൂസ് സർവീസ് എന്ന് പറയുന്നത് ആ തൊഴിലാളി യഥാർത്ഥത്തിൽ ജോലിക്ക് ഹാജരാകുന്ന ദിവസം, അതുപോലെ തന്നെ ആ തൊഴിലാളിയുടെ എലിജിബിൾ ലീവ് കാലഘട്ടം, ഇല്ലെങ്കിൽ സിക്ക് ലീവ് കാലഘട്ടം, അതുപോലെ തന്നെ സ്ട്രൈക്ക് പീരീഡ്, അല്ലെങ്കിൽ ലേ ഓഫ് പീരീഡ്,
ആ തൊഴിലാളിയുടെ കുറ്റം കൊണ്ടല്ലാതെ ജോലിക്ക് ഹാജരാകാൻ പറ്റാതെ വരിക, സെസേഷൻ ഓഫ് വർക്ക് നോട്ട് ഡ്യൂ ടു എനി ഫോൾട്ട് ഓഫ് ദി എംപ്ലോയി. ആ ജീവനക്കാരൻ ജോലിക്ക് വരാൻ തയ്യാറാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ കുറ്റം കൊണ്ടല്ലാതെ ജോലി എടുക്കുവാൻ സാധിച്ചില്ല. പല പ്രശ്നങ്ങളുണ്ടാവില്ല. ഇപ്പോൾ സ്ഥാപനം അടഞ്ഞു കിടക്കാം, അല്ലെങ്കിൽ അതിൻ്റെ മെഷീനറി ബ്രേക്ക് ഡൗൺ ആവാം, ഇല്ലെങ്കിൽ പവർ ഫെയിലിയർ ആവാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ സ്ഥാപനം അടഞ്ഞു കിടക്കും. അതൊക്കെ തന്നെ ഡ്യൂട്ടി ആയിട്ട് പരിഗണിക്കും. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ കണ്ടിന്യൂസ് സർവീസ് എന്നുള്ള പരിധിയിൽ അത്തരം കാലഘട്ടം മുഴുവനും പരിഗണിക്കപ്പെടും. ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ലീവ് എടുക്കാതെ തന്നെ, അൺഓതറൈസ്ഡ് ആബ്സെൻസ്, ലീവ് എടുക്കാതെ തന്നെ തൊഴിലാളികൾ ജോലിയിൽ നിന്നും മാറി നിൽക്കും. ദിസ് കോൾഡ് അൺഓതറൈസ്ഡ് ആബ്സെൻസ്, മനഃപൂർവ്വം ജോലിയിൽ നിന്നും മാറി നിൽക്കുക. അത്തരം കാലഘട്ടവും കണ്ടിന്യൂസ് സർവീസ് ആയിട്ട് പരിഗണിക്കും. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. അങ്ങനെ ജോലിയിൽ നിന്നും മാറി നിൽക്കുന്നത് ഒരു ബ്രേക്ക് ഇൻ സർവീസായി പരിഗണിച്ചുകൊണ്ട് ഒരു ഉത്തരവ് മാനേജ്മെന്റ് പുറപ്പെടുവിച്ചാൽ ആ ഒരു കാലഘട്ടം കണ്ടിന്യൂസ് സർവീസിന് വേണ്ടി പരിഗണിക്കുന്നതല്ല. അതായത് ഒരു തൊഴിലാളി, ഒരു ജീവനക്കാരൻ മനഃപൂർവ്വം ജോലിക്ക് ഹാജരാകുന്നില്ല, അൺഓതറൈസ്ഡ് ആബ്സെൻസിലാണ്. മാനേജ്മെന്റ് ഉടനെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആ തൊഴിലാളിക്ക് ഒരു നോട്ടീസ് കൊടുക്കുക, വിശദീകരണം ചോദിക്കുക. ആ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വിശദീകരണം തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ ആ അൺഓതറൈസ്ഡ് ലീവ് കാലഘട്ടം ഒരു ബ്രേക്ക് ഇൻ സർവീസായി, സർവീസ് ബ്രേക്കായി പരിഗണിച്ചുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. അത്തരമൊരു ഉത്തരവ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കാലഘട്ടം പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ കണ്ടിന്യൂസ് സർവീസ് എന്നുള്ള നിർവചനത്തിന്റെ പരിധിയിൽ വരാതിരിക്കുകയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഇൻ സർവീസ് കാലഘട്ടവും കണ്ടിന്യൂസ് സർവീസ് ആയിട്ട് തന്നെ പരിഗണിക്കേണ്ടതായിട്ട് വരും. ഇപ്രകാരം ഉള്ള കണ്ടിന്യൂസ് സർവീസ് സാധാരണ രീതിയിൽ 240 ദിവസം മാത്രം മതി. ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരമുള്ള കണ്ടിന്യൂസ് സർവീസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ജോലിക്ക് ഹാജരായ ദിവസം, വീക്ക്ലി ഓഫ് ദിവസം, ഹോളിഡേയ്സ്, അതുപോലെ തന്നെയുള്ള സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ സ്ട്രൈക്ക് പീരീഡ്, ലേ ഓഫ് പീരീഡ്, അല്ലെങ്കിൽ സിക്ക് ലീവ് പീരീഡ്, ചിലപ്പോൾ ESI ലീവിലൊക്കെ ആയിരിക്കും സിക്ക് ലീവ് പീരീഡ്, ഇല്ലെങ്കിൽ മെറ്റേണിറ്റി ബെനിഫിറ്റ് പീരീഡ്. ഇപ്പോൾ മെറ്റേണിറ്റി ബെനിഫിറ്റ് 26 ആഴ്ചയാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് പീരീഡ്. ഇതെല്ലാം തന്നെ ഈ 240 ഡേയ്സ് കണക്ക് കൂട്ടുവാനായിട്ട് പരിഗണിക്കും. അങ്ങനെ 240 ദിവസം ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ജീവനക്കാരന്റെ 1 വർഷത്തെ കണ്ടിന്യൂസ് സർവീസാണത്. അങ്ങനെ 5 വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് ഉണ്ടെങ്കിൽ ആ ജീവനക്കാരന് ഗ്രാറ്റുവിറ്റിക്കുള്ള അർഹത ഉണ്ടാവും. അപ്പോൾ 6 മാസത്തെ ഒരു പീരീഡ് ആണെന്നുണ്ടെങ്കിൽ 120 ദിവസം, ഇപ്രകാരം 120 ദിവസം 6 മാസത്തിനുള്ളിൽ ജോലി ചെയ്താൽ മതിയാവും. ചില സ്ഥാപനങ്ങൾ ആഴ്ചയിൽ 5 ദിവസം മാത്രം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ആഴ്ചയിൽ 5 ദിവസം മാത്രം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, അത്തരം സ്ഥാപനങ്ങളിൽ 240 ദിവസത്തെ കണ്ടിന്യൂസ് സർവീസിന്റെ ആവശ്യമില്ല. 190 ദിവസത്തെ കണ്ടിന്യൂസ് സർവീസ് മാത്രം മതിയാവുന്നതാണ്. 190 ദിവസത്തെ കണ്ടിന്യൂസ് സർവീസ് ഉണ്ടെങ്കിൽ അത് 1 വർഷത്തെ സർവീസായിട്ട് തന്നെ പരിഗണിക്കും. അങ്ങനെ 5 വർഷത്തെ സർവീസ് ഉണ്ടെങ്കിൽ ജീവനക്കാരന് ഗ്രാറ്റുവിറ്റിക്കുള്ള അർഹത ഉണ്ടാവും.